വെക്കേഷൻ ആയിട്ട് എവിടെയും പോയില്ല എന്ന് പറഞ്ഞ് ഞാനും അമ്മയും ചക്കും കൂടി ബീച്ചിലോട്ട് ഇറങ്ങി. ഇടയ്ക്കൊക്കെ ഫാമിലിന്റെ കൂടെ അതുപോലെ പുറത്തൊക്കെ പോവാന്ന് പറയുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ നിന്ന പാറേന്റെ സൈഡിൽ കുറേ ഞണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കൂട്ടത്തിന് നേരിട്ടൊക്കെ കാണുന്നത്. പിന്നെ അതിന്റെ സൈഡിൽ വലിയ ഞണ്ടുകളും ഉണ്ടായിരുന്നു ആ ഇടുക്കിലൊക്കെ. പിന്നെ ഞാൻ ചക്കൂര് കുറച്ച് റീൽസിന്റെ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്ത് അങ്ങനെയായിട്ട് കുറച്ച് സമയം പോയി കിട്ടി. നമ്മൾ എത്ര വട്ടം ബീച്ചിൽ പോയാലും മടുക്കാത്തൊരു സ്ഥലമാണല്ലേ. പിന്നെയും പിന്നെയും പോവാൻ തോന്നും. ഇപ്പൊ ആണെങ്കിൽ എന്ത് വെക്കേഷൻ, ഫുള്ള് ഫോണിൽ തന്നെയാണല്ലോ നമ്മൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുമിച്ചൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യെങ്കിലും പക്ഷേ പോക്കൊന്നും നടക്കലില്ല. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ഒക്കെ കണ്ട് പോകുന്ന വഴിക്ക് ബീച്ചിന് സൈഡിലുണ്ട് ഒരു മാരേജ് ഫംഗ്ഷൻ ഒക്കെ. ഇവക്കും അമ്മയ്ക്കും പിന്നെ അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടൂല. എത്ര പ്രാവശ്യം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കും. ചക്കു ആണെങ്കിൽ ഇടയ്ക്ക് ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യും. ഇതുപോലെ പുറത്ത് പോവുകയാണെങ്കിൽ അത് പൊട്ടിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോണ്ട് കല്യാണ പെണ്ണും കല്യാണ ചെക്കനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയും ചെയ്തു. ഇപ്പൊ ചൂടുകാലം അതിനെ കൊണ്ട് ബീച്ചിൽ ഈ ഒരു ടൈമിൽ വന്നിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നല്ല തണുത്ത കാറ്റുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു പാരന്റിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടു. അതായത് അവരവരുടെ കുട്ടികളെ കുറച്ച് നേരത്തേക്കെങ്കിലും ഇതുപോലെ ഇങ്ങനെ ബീച്ചിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അവരുടെ സേഫ്റ്റിയും ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ ചെറുപ്പത്തിലെ ഈ ഫോൺ അഡിക്ഷൻ അഡിക്റ്റഡ് ആവുന്നത് ഇതുപോലെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത് കൊണ്ടും കളിക്കാനൊന്നും വിടാത്തത് കൊണ്ടുമാണ്. പിന്നെ ഞാൻ കുറച്ച് കുട്ടികൾ പട്ടം പറത്തുന്നതും കണ്ട്. ഞാനൊക്കെ പട്ടം പറത്തിയ കാലം മറന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഓരോരോ കാഴ്ചകൾ ഉണ്ടപ്പോൾ അതൊക്കെ അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. ഇവരാണെങ്കിൽ വല ഉണ്ടാക്കുന്നതിന്റെ പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ അറിയാത്ത നമുക്കറിയാത്ത എത്ര മനുഷ്യരാണല്ലേ ചുറ്റിലും. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അതും ക്യാപ്ചർ ചെയ്തു. ആ കുട്ടിക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. അതാണ് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടാവും. അത് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് അവർക്ക് അത്രയ്ക്കും ഹാപ്പിനെസ് നൽകും. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയവരെക്കാട്ടും കൂടുതൽ തിരിച്ചറിയുന്നത് ചെറിയ മക്കളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ ചെറിയ മക്കളാണ് ഇരുന്ന് കാണുന്നതെന്ന്. ഇനിയിപ്പോ വലിയവരൊക്കെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മൈൻഡ് ആക്കാത്തതും ആവാം. ആ പ്രശ്നം ഇപ്പൊ എനിക്കുണ്ട്. നമ്മളിങ്ങനെ ഫോണിലൊക്കെ കാണുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഞാനും ചേടിക്ക് മൈൻഡ് ആക്കാറൊന്നുമില്ല. കാരണം വേറെ ഒന്നല്ല, എന്താ സംസാരിക്കുക, എങ്ങനെയാ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ, സീ യു.